നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷൻസാണ്. അതും ഫുൾ തെപ്ചി വർക്ക് വന്നിട്ടുള്ള കട്ട് വർക്ക് പാറ്റേണിലുള്ള സാരീസ്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നമ്മൾ പല ടൈപ്പ് ഇതിൻ്റെ ചെയ്തിരുന്നു. ഇത് കുറച്ച് പ്രീമിയമാണ്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പറയാനാണെങ്കിൽ നല്ല ഭംഗിയുള്ള സാരീസ്. ഞാൻ ഡീറ്റെയിലിംഗ് പറയാം. അതിന് മുമ്പ് ബുക്കിംഗ്സ് സൈറ്റ് ത്രൂ ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. പിന്നെ നമ്മുടെ നമ്പേഴ്സ് അറിയാലോ, 9562251075 ആൻഡ് 8075551153. അപ്പോൾ ഡീറ്റെയിലിംഗ് പറയാം. സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത് സോഫ്റ്റ് ഫിനിഷിലുള്ള ഫാബ്രിക്കാണ്. അതായത് നോയിൽ കോട്ട ഫാബ്രിക്കിൽ ഫുൾ തെപ്ചി വർക്ക് വന്നിട്ടുള്ള സാരിയാണ്. അതിൻ്റെ സൈഡിൽ പോയിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് കട്ട് വർക്ക് പാറ്റേൺ. കട്ട് വർക്കിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് പ്രോസസ്സിങ് അറിയാമല്ലോ, നല്ല ടൈം എടുക്കുന്നൊരു വർക്കാണ്. കട്ട് വർക്ക് പാറ്റേണിൽ ഫുൾ സാരിയിൽ ഫുൾ വന്നിട്ടുണ്ട്. ഈ ഒരു ബോർഡർ ഫുൾ നമ്മുടെ പ്ലീറ്റിങ്ങിലും ഒക്കെ ആ ഒരു കട്ട് വർക്ക് പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഇവിടെ നമ്മൾ കുത്തുന്ന സ്ഥലം വരെ കട്ട് വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് സാരി. നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. 3150 ആണ് റേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഞാൻ പേര് ചെയ്തിരുന്നു സെപ്പറേറ്റ് ബ്ലൗസ്. ഇത് ഞാൻ കോമൺ എല്ലാം മിക്കതിനും ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ബ്ലൗസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റിയൽ ബ്ലൗസ് വരുന്നത് സെയിം പാറ്റേണിൽ വന്നിട്ട് ഈ ഒരു കട്ട് വർക്ക് സ്ലീവ്സിന് എൻഡിൽ വരുന്ന പോലെ അത് തന്നെ നിങ്ങൾക്ക് തയ്ച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇത് നമുക്ക് സിംപ്ലി വെയർ ചെയ്യാം, ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന, വേഗം എടുത്തിടാൻ ഉടുക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സിംപ്ലി വെയർ ചെയ്യാൻ പറ്റും. പ്ലീറ്റിംഗ് ഒക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തൊക്കെ ഇങ്ങനെ ഇടാനും നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസുമാണ്. ഇതിൻ്റെ തന്നെ കുറച്ച് നമ്മൾ പ്രീമിയം റേഞ്ചും ചെയ്യുന്നുണ്ട്, റേഞ്ച് കുറച്ചിട്ടുള്ളതും ചെയ്യുന്നുണ്ട്. അതും കൂടി ഞാൻ കാണിക്കാം. ഇതിൻ്റെ കട്ട് വർക്ക് പാറ്റേണിലുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ്, കുറച്ച് പീസസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. ഫസ്റ്റ് കളറ് ലാവൻഡർ ആണ്, ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് സാരി നല്ലൊരു പിങ്കിഷ് പീച്ച് കളറാണ് കേട്ടോ. അത് സെയിം കട്ട് വർക്ക് പാറ്റേൺ. ഇതുപോലെ നല്ല ഭംഗിയുള്ള സാരി. പല്ലു ഉണ്ടോ, പല്ലുവിൻ്റെ എൻ പോർഷനൊക്കെ നല്ല ഭംഗിയാണ്. ഒരു കട്ട് വർക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് സാരിക്ക്. പണ്ടേ നമ്മളൊരു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണല്ലോ ഈ കട്ട് വർക്ക് സാരി. അതും ഈ നോയിൽ കോട്ടയിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫുൾ വർക്കും വന്നിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്. 3150 ആണ് റേറ്റിൻ്റെ. ബ്ലൗസ് ഇതുപോലെ കേട്ടോ. താഴെ കട്ട് വർക്ക് വന്നിട്ട് ബ്ലൗസ് ഇതേപോലെ സെയിം ബ്ലൗസ് ഇട്ടാൽ ഇതിൻ്റെ ഭംഗിയാണ്. നല്ലൊരു കളറാണ്. നല്ല ഫെയർ ആയിട്ടിരിക്കുന്ന, തോന്നുന്ന ഒരു ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു കളർ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് സാരി കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡാർക്ക് ഒണിയൻ പിങ്ക് ഷെയ്ഡ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ബോർഡറിങ് ഒക്കെ കണ്ടോ, നല്ല രസമുള്ള ഫ്ലോറൽ പ്രിൻറ്റ്. ഈ കട്ട് വർക്ക് പാറ്റേൺ നല്ല ഭംഗിയുണ്ട്. ഈ കളർ കോമ്പിനേഷൻ എല്ലാവർക്കും ചേരുന്നൊരു കളേഴ്സ്. എല്ലാം നല്ല കളേഴ്സ് മാത്രം ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് ഉള്ള കളേഴ്സാണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ കളേഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാം ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വന്നേക്കുന്നത്. 3150 ആണ് റേറ്റ്. ബ്ലൗസ് സെയിം തന്നെയാണ് വരുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. എല്ലാവരുടെയും ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇതാണ് ഇതിൻ്റെ കട്ട് വർക്ക് പാറ്റേൺ വന്നിരിക്കുന്നത്. പല്ലുവൊക്കെ കണ്ടോ, ബ്യൂട്ടിഫുൾ പല്ലുവാണ്. ബ്ലൗസ് സെയിം വന്നിട്ട് ഈ ഒരു കട്ട് വർക്ക് പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരി. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ഇങ്ങനത്തെ സാരി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തില്ലേ, ലേസ് പാറ്റേൺ വരുന്നത് 1280 റേഞ്ചിൽ. സെയിം ഈ ഒരു ഫാബ്രിക് ഒക്കെ സെയിം തന്നെ, വർക്കും ഒക്കെ. പക്ഷേ ഇതിൽ കട്ട് വർക്ക് വന്നിട്ടില്ല. കട്ട് വർക്കിൻ്റെയാണ് ആ റേഞ്ച് ഡിഫറൻസ് വന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇത് വേണ്ടവർക്ക് ഇതെടുക്കാം. 1280 റേഞ്ച്. ഇത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള സാരിയാണ്. നല്ല ഭംഗി. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ബ്ലൗസും കൂടെ ആയിട്ട് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെ 1280 റേറ്റ്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ കളർ. 1280 റേഞ്ച്. ഇതിനൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ ഒരു സാരി കാണാനായിട്ട്. ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് സാരിയിൽ ഫുൾ പോയിരിക്കുന്നത്. ബ്ലൗസ് സെയിം റണ്ണിങ് ബ്ലൗസ് തന്നെ. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡിഫറെൻറ്റ് പാറ്റേണിലെ ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്യാവുന്നേ ഉള്ളൂ. അടിപൊളി സാരിയാണ്. 1280 റേറ്റ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ളൊരു കളറാണ്. റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഡാർക്ക് മെറൂണും ഒരു ചില്ലി റെഡിൻ്റെ കളറും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. നല്ല ഭംഗിയുള്ള പാറ്റേൺ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ വേറെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസും കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ നന്നായിട്ട് മാച്ചായി പോകുന്നൊരു സാരിയാണ്. സെയിം ബ്ലൗസ് തന്നെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തയ്ക്കാം. അങ്ങനെ തയ്ച്ച് സെയിം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പ് പറയാമെന്ന് വെച്ചാൽ നല്ല ജ്വല്ലറി, എന്തെങ്കിലും റിച്ച് ആയിട്ടുള്ളൊരു ജ്വല്ലറി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും. പ്ലെയിൻ ബ്ലൗസും ഈ സെയിം കളർ ബ്ലൗസും സെയിം സാരി ഇടുമ്പോൾ അത് ഭയങ്കര യുണീക്കായിട്ട് നിൽക്കും നമ്മൾ ഇടുന്ന ഒരു ജ്വല്ലറി. അങ്ങനെ വേണമെങ്കിലൊക്കെ ഇടാം. നല്ല ഡിഫറെൻറ്റ് ലുക്കിൽ നിങ്ങൾക്ക് സാരി ഡ്രേപ്പ് ചെയ്ത് ഡ്രസ്സപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല സാരിയാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെ 1280 റേറ്റ്.
ലാസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് കളർ, ജെറ്റ് ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ഒന്നും ഡീറ്റെയിലിംഗ് പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. ബ്ലാക്ക് നിങ്ങൾക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഇടാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്ക് ഈവനിങ് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഡിഫറെൻറ്റ് രീതിയിൽ വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഈ സാരിക്കുണ്ട് കേട്ടോ. നല്ല ബ്ലൗസൊക്കെ വെയർ ചെയ്യാം, നല്ല ജ്വല്ലറി ഇട്ടിട്ട് അങ്ങനെ വെയർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സ്റ്റൈലിങ് ചെയ്യാൻ പറ്റുന്ന കളർ കോമ്പിനേഷനും ആ ഒരു പ്രിൻറ്റും ആ ഒരു ഡിസൈനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വൺ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. 1280 റേറ്റ്. അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ സാരീസ് എന്ന് കാണിച്ചേക്കുന്നത്. ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. 4 to 5 വീഡിയോസ് അല്ലെങ്കിൽ 5 to 6 വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ വേഗം തന്നെ സൈറ്റിൽ പോയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ നമ്പേഴ്സും എല്ലാം ഞാൻ ഡീറ്റെയിലിംഗ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് അത് വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ
കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.